بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم لك الحمد على ما أوليت من آلاء لا حد لها ولا نهاية، وأفضلت من نعماء لا بدء لها ولا غاية. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി അതിൻ്റെ മഹത്തായ വിശദീകരണങ്ങൾ, ശർഹുകൾ, അതിനെ വിശദീകരിക്കുകയാണ് നാം ചെയ്യുന്നത്. സഹീഹുൽ ബുഖാരിയുടെ ശർഹുകൾ എത്ര എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അത്രയും വിശദീകരണങ്ങൾ ചെറുതും വലുതും മുദവ്വനും വൈറുമുദവ്വനുമായി ലോകത്ത് വിവിധ ഭാഷകളിലായി, ലോകത്ത് എത്ര ഭാഷകളുണ്ടോ ആ ഭാഷകളിലെല്ലാം മഹാന്മാർ അതിനിക്ക് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശുറൂഹുകൾ എത്ര എന്ന് ഒരാൾക്കും പറഞ്ഞ് കൃത്യതയോടുകൂടെ പറയാൻ കഴിയൂല. ആയിരക്കണക്കിനുണ്ട്, എങ്കിൽ 10,000-കണക്കിനുണ്ട് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഹദീസ്, ആ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും അസഹായത്, അതോടുകൂടെ തന്നെ ഹദീസുകളിൽ നിന്ന് എങ്ങനെയെല്ലാം എന്തെല്ലാം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് അതിൻ്റെ ബാബുകളിലായി പ്രത്യേക ശൈലിയിൽ, പ്രത്യേക രീതിയിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അത് ക്രോഡീകരിച്ച് വച്ചിട്ടുണ്ട്, അതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. ആ കോർത്തു വച്ചതിനെ ഓരോന്നായി പുറത്തേക്കെടുക്കാൻ മഹാന്മാർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നാം നമ്മുടെ ഈ ദർശനപ്പറ്റി തന്നെ പറയാനുണ്ടായ കാരണം. വേദശേഷ മഹാസത്യ പാതാരം. പാതാരം എന്ന് പറഞ്ഞാൽ കടൽ, ഏറ്റവും വലിയൊരു കടലാണത്. ഹദീസുകളിൽ തന്നെ വിശദീകരിച്ചാൽ തീരാത്ത ആശയങ്ങൾ. ആ ഹദീസിലുള്ള ആശയങ്ങളെ പ്രത്യേക രീതിയിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അതിൻ്റെ ബാബുകളിൽ അവരുടെ പ്രത്യേക തൗഫീഖ് പ്രകാരം അതിൽ ക്രോഡീകരിച്ച് വെച്ചിട്ടാണുള്ളത്. അത് പെറുക്കിയെടുക്കാൻ, അത് പുറത്തേക്ക് കൊണ്ടുവരാൻ മഹാന്മാർ പല നിരക്കും ശ്രമിച്ചിട്ടുണ്ട്. പലർക്കും ധാരാളം ലഭിച്ചിട്ടുമുണ്ട്. എന്നാലും അത് മുഴുവനായി പുറത്തേക്കെടുത്തവർ ഇല്ല. ഖസ്സലാനി ഇമാം പറഞ്ഞതുപോലെ ഇന്ന് നാം ബർക്കത്തിന് വേണ്ടി അതിൻ്റെ ശുറൂഹുകളിൽ നിന്ന് അല്പം അതിൻ്റെ മുസന്നിഫീങ്ങളുടെ പേരടക്കം എടുത്തു പറയുകയാണ്. നാം ബദരീങ്ങളെ പേര് പറയുന്നത് പോലെ, തവസ്സുലാക്കാൻ വേണ്ടി പറയുന്നത് പോലെ സഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയതായ ഷർഹുകളും അതിൻ്റെ മുസന്നിഫീങ്ങളുടെയും പേരുകൾ മാത്രം പറയുകയാണ്. മുമ്പ് നാം 5
ഷർഹുകളും അതിൻ്റെ മുസന്നിഫീങ്ങളും ആ ഷർഹിൻ്റെ പ്രത്യേകതകളും അല്പം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അങ്ങനെ വിശദീകരണത്തിലേക്ക് കടക്കാതെ ബാക്കിയുള്ളതിൻ്റെ പേരുകൾ പറഞ്ഞു പോവുകയാണ്. ഓരോരുത്തർക്കും എവിടെയെങ്കിലും അതിൻ്റെ ഷർഹുകൾ ലഭിക്കുമ്പോൾ അതൊരു ശ്രദ്ധയിലേക്ക് അതുണ്ടാകുമ്പോൾ അത് നോക്കാനും കണ്ടെത്താനും സമ്പാദിക്കാനും അത് എടുത്ത് സൂക്ഷിച്ചു വെക്കാനും ഒരു കോപ്പി കൈവശം വെക്കാനും അവർക്ക് പ്രചോദനമാവട്ടെ എന്നും മാത്രവുമല്ല, ഈ ഷർഹുകൾ എഴുതിയ ഓരോരുത്തരും വലിയ വലിയ ബഹറുകളാണ്, ബഹറുൽ ഉലൂമാണ്. അവരുടെ ബർക്കത്ത് അല്ലാഹു നമ്മുടെ മേലെ ചൊരിച്ചു തരാനും വേണ്ടിയാണ് അവരുടെ പേരുകൾ പറയുന്നത്. അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഹ്ലുകാരായ, ദീനിൻ്റെ പ്രചാരകരായ മഹാന്മാരായ ശുറാഹിൻ്റെ അവരുടെ കിതാബുകളുടെ ബർക്കത്ത് അള്ളാഹു നമുക്ക് ചൊരിച്ചു തരുമാറാവട്ടെ. ബുഖാരിയുടെ ഷറയിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധിയാർജിച്ചത് ഒന്ന് ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളുടെ ഫത്ഹുൽ ബാരി, അതിൻ്റെ താഴെ ബദ്രുദ്ദീൻ ഐനി എന്നവരുടെ ഉംദത്തുൽ ഖാരി, മൂന്നാം സ്ഥാനത്ത് പ്രസിദ്ധിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാം സ്ഥാനത്ത് ഖസ്തല്ലാനി ഇർഷാദുസ് സാരി ഇലാ ശറഹി സഹീഹുൽ ബുഖാരി, 4 ഇമാം കിർമാനിയുടെ അവർ തന്നെ പരിശുദ്ധ കഅബയുടെ മുമ്പിൽ വെച്ച് പ്രത്യേക ഇൽഹാമ പ്രകാരം നൽകിയതായ പേര് അൽ ഖവാഖിബുദ്ദറാരി. 5 ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ശറഹ്. 6 ശർഹുൽ ഇമാം അബി സുലൈമാൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ബിസ്തി അൽ ഖത്താബി, ഷാഫിയാണ്, ഹിജ്റ 308 വഫാത്തായവർ. മറ്റൊരു ഷർഹാണ് ഷർഹുൽ ഇമാം മുഹമ്മദ് തമീമി. മറ്റൊരു ഷർഹാണ് അബൂ ജഅഫർ അഹ്മദ് ബിൻ സഈദ് ദാവൂദി അൽ മാലിക്കി അവരുടെ ഷർഹ്. മറ്റൊരു ഷർഹ് ഷർഹുൽ മുഹല്ലബ് ബിൻ അബി സഫ്ര അൽ അസ്ദി അൽ മാലിക്കി 433 വഫാത്തായവരുടെ ഷർഹ്. മുഖ്തസറു ഷർഹിൽ മുഹല്ലബ്, ഷർഹുൽ മുഹല്ലബിൻ്റെ മുഖ്തസർ അവരുടെ ശിഷ്യനായ മുഹല്ലബ് എന്നവരുടെ ശിഷ്യനായ അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ ഖലഫ് ബിൻ അൽ മുറാബിത്ത്, അവിടെ പറയുന്ന ഇബ്നുൽ മുറാബിത്ത് എന്ന പേരാണ് അവർക്ക് നൽകല്. ഷർഹുൽ മുഹല്ലബിൻ്റെ മുഖ്തസറാണ്, 450 വഫാത്തായവരാണ്. ഷറയിൽ വെച്ച് പ്രധാനപ്പെട്ടൊരു ഷറാണ് ഇബ്നു അബ്ദുൽ ബർ അവരുടെ ഷറഹ് അൽ അജ്വീബത്തു അലൽ മസാഇൽ മുസ്തഗ്രിബ മിനൽ ബുഖാരി എന്നാണ് ആ കിതാബിൻ്റെ പേര്. ഇബ്നു അബ്ദുൽ ബർ ഇമാമിങ്ങൾ എല്ലാവരും ഉദ്ധരിക്കുന്നവരെ കിതാബാണത്. ഇബ്നു അബ്ദുൽ ബർ. 13 അബൂ മുഹമ്മദ് ബിൻ ഹസം അൽ അജ്വീബത്തു അലൽ മസാഇൽ മുസ്തഗ്രിബ ഷറഹിൻ്റെ പേര്. ഷർഹു അബിസ്സിനാദി സിറാജ് അവരുടെ ഷർഹ്. ഷർഹുൽ ഇമാം അബുൽ ഹസൻ അലി ഇബ്ൻ ഖലഫ് അശ്ശഹീർ ഇബ്ൻ ബത്താൽ അൽ മഗ്രിബി അൽ മാലിക്കി. ഇബ്ൻ ബത്താലിൻ്റെ ഷർഹ് ഫത്ഹുൽ ബാരി എല്ലാം നോക്കിയാൽ ഇബ്ൻ ബത്താൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഷർഹ് ഉദ്ധരിക്കലുണ്ട്. വലിയ മുജല്ലദുകളുള്ള ഷർഹാണ് ഇന്ന് ലഭ്യമാണ്. ഇബ്നു ബത്താലിൻ്റെ ഷർഹ് 444 വഫാത്തായവർ. ഫത്ഹുൽ ബാരിയില്ല ഒരു വിഷയം പറയുമ്പോൾ ഖാല ഇബ്നു ബത്താൽ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീടാണ് കാര്യങ്ങൾ വിശദീകരിക്കൽ. മറ്റൊരു ഷർഹുൽ ഇമാം അബൂ ഹഫ്സ് ഉമർ ബിൻ അൽ ഹസൻ ബിൻ ഉമർ അൽ ഔസി അൽ ഇശ്ബീലി അവരുടെ ഷറഹ്, ഇശ്ബീലിയുടെ ഷറഹ്. 16 ഷറഹു അബുൽ ഖാസിം അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഉമർ ബിൻ
അത്തമീമി, അബുൽ ഖാസിം എന്നവരുടെ ഷറഹുൽ ഇമാം അബ്ദുൽ വാഹിദ് ഇബ്നു തീൻ എന്നവരുടെ ഷറഹ്. ഖാല ഇബ്നു തീൻ എന്നും പല സുറാഹിലും ഷറഹുകൾ ഉദ്ധരിക്കലുണ്ട്. ഇബ്നു തീൻ മശൂറായ ഷാരിയാണ്, ബുഖാരിൻ്റെ വിശുദ്ധ വ്യാഖ്യാതാവാണ്. അൽ-ഇമാം നാസിറുദ്ദീൻ അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അൽ മുനീർ, 10 മുജല്ലദുള്ള വലിയ കിതാബാണ് ഇബ്നുൽ മുനീറിൻ്റെ ഷറഹ്. ഷറഹു അബുൽ ഇസ്ബഗ് ഈസ ഇബ്നു സഹിൽ ഇബ്നു അബ്ദുല്ലാഹിൽ അസദി, അബുൽ ഇസ്ബഗ് എന്നവരുടെ ഷറഹുൽ ഇമാം ഖുത്ബുദ്ദീൻ അബ്ദുൽ കരീം ഇബ്നു അബ്ദുൻ നൂർ ബിൻ മുനീർ, ഖുത്ബുദ്ദീൻ അബ്ദുൽ കരീം ഇബ്നു അബ്ദുൻ നൂർ ബിൻ മുനീർ എന്നവരുടെ ഷറഹ്. അൽ ഹലബി അൽ ഹനഫി അൽ മുത്തവഫ സനത 745 വഫാത്തായവർ. ബുഖാരിയുടെ പകുതി വരേക്കും അവർ ഷറഹ് എഴുതിയിട്ടുള്ളൂ. ആ പകുതി വരേക്കും എഴുതിയ ഷറഹ് തന്നെ 10 മുജല്ലദുണ്ട്. 10 മുജല്ലദ് ഹലബിൻ്റെ ഷറഹുൽ ഇമാമുൽ ഹാഫിദ് അൽ അലാഇദ്ദീൻ മഗ്ലത്തായി ഇബ്നു ഫുലൈജ് അത്തുർക്കി അൽ മിസ്രി അൽ ഹനഫി. ഇബ്നു മഗ്ലത്തായിൻ്റെ ഷറഹ് ഹനഫിയാണ്, വലിയ ആധികാരിക പണ്ഡിതനാണ്. അവരെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 792 വഫാത്തായവർ, വലിയ ഷറഹാണ്. മുഖ്തസറു ഷർഹി മഗ്ലത്തായി ലിജലാലുദ്ദീൻ റസൂല ഇബ്ൻ അഹ്മദ് അൽ ബത്താനി, 793 വഫാത്തായ ഇബ്ന് റസൂല എന്ന് പറയുന്നവർക്കുള്ള ഷറഹ്, മഗ്ലത്തായിയുടെ ഷറഹിൻ്റെ മുഖ്തസർ. 23ാമത്തെ ഷറഹുൽ അല്ലാമ അൽ കിർമാനി, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് കിർമാനിൻ്റെത്. ആ അല്ലാമ കിർമാനിയുടെ ഷറഹ് അത് ലഭ്യമായ കിതാബാണ്. അധിക പള്ളി ദർസുകളിലും വലിയ വലിയ ദർസുള്ള പള്ളി ദർസിലും ഒക്കെ ലഭ്യമായ കിതാബാണ് കിർമാനിയുടെ ഷറഹ്. അതിനിക്ക് കിർമാനി ഇമാമിൻ്റെ മകൻ തഖിയുദ്ദീൻ യഹ്യ ഇബ്നു മുഹമ്മദ് അൽ കിർമാനി എന്നവർ ഒരു ഷറഹ് എഴുതിയിട്ടുണ്ട്. ഷറഹിന് ഷറഹ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ? മജ്മുഉൽ ബഹ്റൈനി വ ജവാഹിറുൽ ഹിബ്രൈൻ. 8 ജുസാണത്. മജ്മുഉൽ ബഹ്റൈൻ. ഷറഹുൽ ഇമാം സിറാജുദ്ദീൻ ഉമർ ഇബ്നു അലി ഇബ്നുൽ മുലഖിൻ അശ്ശാഫിഈ, ഇബ്നു മുലഖിൻ്റെ ഷറഹ് വളരെ മശൂറായ ഷറഹാണ്. 20 ജിൽദുണ്ട്. ഈ ഇബ്നു മുലഖിൻ ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. 300-ലേറെ കിതാബ് രചിച്ച മഹാനാണ്. അവരുടെ ബുഖാരിയുടെ ഈ ഷറഹ് 20 മുജല്ലദിൽ കൂടുതലുണ്ട്. ഷറഹുൽ അല്ലാമ ശംസുദ്ദീൻ അബി അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു അബ്ദിദ്ദായിം ഇബ്നു മൂസൽ ബർമാവി അശ്ശാഫിഈ, 831 വഫാത്തായ ഇമാം ബർമാവി ഷാഫിയാണ്. അവരുടെ ഷറഹ് 4 ജുസാണുള്ളത്. അല്ലാമിഉസ് സ്വബീഹ് എന്നാണ് അതിൻ്റെ പേര്. അല്ലാമിഉസ് സ്വബീഹ്. ഷറഹു ശൈഖ് ബുർഹാനുദ്ദീൻ ഇബ്രാഹിം ഇബ്നു മുഹമ്മദിനിൽ ഹലബി അൽ മഅറൂഫി സിബ്ത് ബിനുൽ അജമി എന്ന പേരിൽ അറിയപ്പെട്ട 841 വഫാത്തായ ബുർഹാനുദ്ദീൻ ഇബ്രാഹിം ബിൻ മുഹമ്മദിനിൽ ഹലബി എന്നവരുടെ ഷറഹ്. ആ ഷറഹിൻ്റെ പേര് അത്തൽഖീഹു ലിഫഹ്മി ഖാരി സ്വഹീഹ്. അത്തൽഖീഹു ലിഫഹ്മി ഖാരി സ്വഹീഹ് 2 ജുസ്. മുഖ്തസറു തൽഖീഹ് മറ്റൊരു ഷറഹാണ്. ലിൽ ഇമാമിൽ കാമിലിയ മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അശ്ശാഫിഈ, 874 വഫാത്തായ
മുഹമ്മദ് ബിൻ മുഹമ്മദ് എന്നവരുടെ ഷർഹ് മുഖ്തസർ തൽഖീഹ് എന്നതിൻ്റെ പേര്. മുഖ്തസർ ഫത്ഹിൽ ബാരി ലിശൈഖ് അബിൽ ഫത്ത് മുഹമ്മദ് ബിൻ ശൈഖ് സൈനുദ്ദീൻ ബിൻ ഹുസൈൻ അൽ മുറാഖി 859 വഫാത്തായ അശ്ശൈഖ് അബുൽ ഫത്ത് മുഹമ്മദ് ബിൻ അശ്ശൈഖ് സൈനുദ്ദീൻ എന്നിവർക്കുള്ള ഫത്തുൽ ബാരിൻ്റെ മുഖ്തസർ. ഷർഹുൽ ബുഖാരി ലിൽ-ഇമാമി മുഹമ്മദ് ബിൻ കാസിം അബി അബ്ദില്ലാഹിൽ അൻസാരി അത്തന്നൂസി 894 വഫാത്തായ തന്നൂസിക്കാരനായ ഇമാം മുഹമ്മദ് ബിൻ കാസിം എന്നിവർക്കുള്ള ബുഖാരിയുടെ ഷർഹ്. ഷർഹു ശൈഖ് റുക്നുദ്ദീൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ മുമിനിൽ അരീമി ഷെയ്ഖ് റുക്നുദ്ദീൻ എന്നിവർക്കുള്ള ഷർഹ് 783 വഫാത്തായവർ. ഷർഹു ശൈഖ് ബദ്റുദ്ദീൻ മുഹമ്മദ് ബിൻ ബഹാദുർ ബിൻ അബ്ദുല്ലാഹി സർക്കസി അശ്ശാഫിഈ ഇമാം സർക്കസിക്കുള്ള ഷർഹ് അത്തൻഖീഹ് എന്നാണ് പേര്. സർക്കസി ഇമാം 794 വഫാത്തവരായവരാണ്. അവർക്കുള്ള തൻഖീഹ്. പിന്നെ ഈ സർക്കസി ഇമാമിൻ്റെ തൻഖീഹിനിക്ക് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ എനിക്കൊരു നുക്കത്ത് എഴുതിയിട്ടുണ്ട്. നുക്കത്ത് എന്നതിൻ്റെ പേര് നുക്കത്തു തൻഖീഹ്. മറ്റൊരു ഷർഹ് ഖാദി മുഹിബുദ്ദീൻ അഹ്മദ് ബിനു നസ്റുല്ലാഹിൽ ബഗ്ദാദി അൽ ഹംബലി 844 വഫാത്തായ ഹംബലി മദ്ഹബുകാരനായ മുഹിബുദ്ദീൻ അഹ്മദ് ബിനു നസ്റുല്ലാഹിൽ ബഗ്ദാദി അവർക്കുള്ള ഷർഹ്. മറ്റൊരു ഷർഹാണ് നേരത്തെ പറഞ്ഞ സർക്കസി ഇമാമിൻ്റെ തൻഖീഹിൻ്റെ മേൽ തന്നെ ഖാദി മുഹിബുദ്ദീൻ ബഗ്ദാദിക്ക് ഒരു നുക്കത്തുണ്ട്. മറ്റൊന്ന് ഷറഹുൽ അല്ലാമ ബദ്റുദ്ദീൻ മുഹമ്മദ് ബിൻ അബി ബക്കർ ദമാമീനി 828 വഫാത്തായ അല്ലാമ ബദ്റുദ്ദീൻ മുഹമ്മദ് ബിൻ അബി ബക്കർ ദമാമീനി എന്നിവർക്കുള്ള ഷർഹ്. എൻ്റെ പേരെന്താ? മസാബീഹുൽ ജാമി എന്ന പേര്. മറ്റൊരു ഷർഹാണ് ഹാഫിദ് ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ സുയൂത്തി ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിൻ്റെ ഷർഹ്. സുയൂത്തി ഇമാം 911 വഫാത്തായവരാണ്. ആ ഷർഹിൻ്റെ പേര് അത്തൗസീഹ് അലൽ ജാമിഇ സ്വഹീഹ് എന്ന സുയൂത്തി ഇമാമിൻ്റെ പ്രശസ്തമായ ഷർഹ്. മറ്റൊരു ഷറഹുൽ ഹാഫിദ് ഇമാദുദ്ദീൻ ഇസ്മാഈൽ ബിൻ ഉമർ ബിൻ കസീർ ദിമിസ്കി 774 വഫാത്തായ ഹാഫിദ് ഇമാദുദ്ദീൻ എന്നിവർക്കുള്ള ഷർഹ്. മറ്റൊരു ഷറഹുൽ ഹാഫിദ് സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അഹ്മദ് ബിൻ റജബിൽ ഹംബലി മദ്ഹബുകാരനായ 795 വഫാത്തായ ഹാഫിദ് സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അഹ്മദ് എന്നവർ അഹ്മദ് ബിൻ റജബ് ഖാലബിൻ റജബ് എന്ന് പലയിടത്തും എഴുതുന്നതായി ഉദ്ധരിക്കുന്നതായി കാണാം. മഹാനാണ്. 40ാമത്തെ ഷർഹുൽ അല്ലാമ സിറാജുദ്ദീൻ ഉമർ ബിൻ റിസ്ലാൻ അൽ ബുൽഖൈനി അശ്ശാഫിഈ 805 വഫാത്തായ ഇമാം ബുൽഖൈനിക്കുള്ള ഷർഹ്. സിറാജുദ്ദീൻ ഉമർ ബിൻ റിസ്ലാൻ. ഷർഹുൽ അല്ലാമ മജിദുദ്ദീൻ അബി താഹിർ മുഹമ്മദ് ബിൻ യാക്കൂബ് അൽ ഫൈറൂസാബാദി അശ്ശിറാസി. മജിദുദ്ദീൻ നമ്മുടെ കാമൂസ് എഴുതിയ മഹാനായ
മജിദുദ്ദീൻ അബൂ താഹിർ മുഹമ്മദ് ബിൻ യാക്കൂബ് അൽ ഫൈറൂസാബാദി ശിറാസി 817 വഫാത്തായവരാണ്. അവർക്കുള്ള ഷറഹ് ഷറഹുൽ ഇമാം അബുൽ ഫദ്ൽ മുഹമ്മദ് കമാൽ ബിൻ മുഹമ്മദ് ബിൻ അഹ്മദ് നൗബരിയോ സൗബരിയോ ഖതീബ് മക്കയിലെ ഖതീബായിരുന്ന 873 വഫാത്തായ അൽ ഇമാം അബുൽ ഫദ്ൽ മുഹമ്മദ് അൽ കമാൽ ബിൻ മുഹമ്മദ് എന്നിവർക്കുള്ള ഷറഹ് ഷറഹുൽ അല്ലാമ അബി അബ്ദില്ല മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ മർസൂഖ് അത്തലംസാനി അൽ മാലിക്കി ബുർദന്റെ മശൂറായ ഷറഹ് എഴുതിയ 842 വഫാത്തായ അല്ലാമ അബി അബ്ദില്ല മുഹമ്മദ് ബിൻ അഹ്മദ് അക്സറയുടെ പേരെന്താ അൽ മത്ജറുർ റബീഹ് വൽ മസ്ഹർ റജീഹ് എന്നാണ് പേര്. അൽ മത്ജറുർ റബീഹ് വൽ മസ്ഹർ റജീഹ് എന്ന പേരിലുള്ള ഷറഹ് അബ്ദുല്ലാഹി ബിൻ സഅദ് ബിൻ അബി ജംറ അൽ-അൻദലുസി അവർക്കുള്ള ഷറഹ് ബഹ്ജത്തുൻ നുഫൂസ് വഗായത്തുഹാ ബിമഅരിഫത്തി മാ ലഹാ വമാ അലൈഹാ എന്നാണ് ഷറഹിന്റെ പേര്. ബഹ്ജ ഖാല ബിൻ സഅദ് എന്ന പേരിൽ പലരും ഉദ്ധരിക്കലുണ്ട് ഈ ഷറഹിൽ നിന്ന്. മറ്റൊരു ഷറഹ് ബുർഹാനുദ്ദീൻ ഇബ്രാഹിം ബിൻ നുഅ്മാനി അവർക്കുള്ള ഷറഹ് ഷർഹു ശൈഖ് അബിൽ ബക്കാ മുഹമ്മദ് ബിൻ അലി ബിൻ ഖലഫ് അൽ അഹ്മദി അൽ മിസ്രി അഷ്ശാഫിഈ ഇബ്നു അബുൽ ബക്കാ അവർക്കുള്ള ഷർഹ് ജലാലുദ്ദീൻ അൽ ബക്രി അൽ ഫഖീഹു ഷാഫിഈ ഷാഫിഈ മദ്ഹബുകാരനായ ഫഖീഹായ ജലാലുദ്ദീൻ അൽ ബക്രി എന്നിവരുടെ ഷർഹ് ഷർഹു ശൈഖ് ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അദ്ദുൽജി അഷ്ശാഫിഈ 950 വഫാത്തായ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് അദ്ദുൽജി എന്നവരുടെ ഷർഹ് ഷർഹുൽ അല്ലാമ സൈനുദ്ദീൻ അബ്ദുർറഹീം ബിൻ അബ്ദുർറഹ്മാൻ ബിൻ അഹ്മദ് അഷ്ശാഫിഈ 963 വഫാത്തായതായ അല്ലാമ സൈനുദ്ദീൻ അബ്ദുർറഹീം എന്നിവർക്കുള്ള ഷറഹ് മറ്റൊരു ഷറഹാണ് ഇന്തിഖാദുൽ ഇഅ്തിറാദ് ലിൽ ഹാഫിദ് ഇബ്നു ഹജർ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾക്കുള്ള ഇന്തിഖാദുൽ ഇഅ്തിറാദ് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ ഫത്ഹുൽ ബാരി സംബന്ധിച്ച് പറഞ്ഞുകൊടുത്ത് ഐനുൽ കാരി ബദ്രുദ്ദീൻ ബദ്രുദ്ദീൻ ഐനി ഷറഹ് ഉണ്ടാക്കി ഇബ്നു ഹജർ തങ്ങൾ വിമർശിച്ചപ്പോൾ ആ ഷറഹ് ഐനിലുള്ള ഇഷ്കാലുകൾക്ക് മറുപടിയായി ഉണ്ടാക്കി കിതാബ് ഇന്തിഖാദുൽ ഇഅ്തിറാദ്. അതും ബുഖാരിന്റെ ഷറഹ് തന്നെയാണ്. മറ്റൊന്ന് അൽ ഇഅ്ലാമു ബിമൻ ദുകിറ ഫിൽ ബുഖാരി മിനൽ അഅ്ലാം ഇബ്നു ഹജർ തങ്ങളുടെ മറ്റൊരു ഷറഹാണ് ബുഖാരിയിൽ പേര് പറഞ്ഞ മഹാന്മാരായ റാവികൾ അവരെ പറ്റിയുള്ള പരിചയപ്പെടുത്തൽ. അൽ ഇഅ്ലാമു ബിമൻ ദുകിറ ഫിൽ ബുഖാരി മിനൽ അഅ്ലാം അതാ കിതാബിന്റെ പേര്. മറ്റൊരു ഷറഹാണ് തഅലീഖു തഅലീഖ് ഇബ്നു ഹജർ തങ്ങൾ അസ്കലാനിന്റെ തന്നെ. ഷറഹുൽ ഇമാം റളിയുദ്ദീൻ ഹുസൈൻ ബിൻ മുഹമ്മദ് സഗ്ഗാനി അൽ ഹനഫി സാഹിബുൽ മസാരിക് 650 വഫാത്തായ റളിയുദ്ദീൻ ഹുസൈൻ ബിൻ മുഹമ്മദ് സഗ്ഗാനി ഹനഫിയുടെ വലിയ കിതാബാണ് മസാരിക്, അതുണ്ടാക്കിയ ആളാണ്. അവർക്കൊരു ഷറഹുണ്ട്. ഷർഹുൽ ഇമാമി ഹഫീഫുദ്ദീൻ സഈദ് ബിൻ മസൂദ് അൽ കാസറൂനിന്റെ ഷറഹ് അത് അധിക പള്ളി ദർസുകളിലും ഉള്ള കിതാബാണ്. കാസറൂനി ബുഖാരിന്റെ ഷറഹ്. കാസറൂനിക്ക് തഫ്സീറും ഉണ്ട്. ഷറഹുൽ മൗല അൽ ഫാദിൽ അഹ്മദ് ബിൻ ഇസ്മായിൽ ബിൻ മുഹമ്മദ് അൽ ഖൂറാനി അൽ ഹനഫി 893 വഫാത്തായതായ ഹനഫി മദ്ഹബുകാരനായ
അൽ ഫാദിൽ അഹ്മദ് ബിൻ ഇസ്മായിൽ ഖുറാനി അവരുടെ ഷറഹ്. ഈ ഖുറാനി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ മഹാന്മാരാണ്. എല്ലാ ദിവസവും ഓരോരോ ദിവസം ഓരോരോ ഖത്മോതുന്നവരാണ്. രാത്രി മുഴുവനും ഹയാത്താക്കുന്നവരാണ്. ഇതിൽ ഈ ഷറഹ് നമ്മൾ വായിക്കുന്ന ഷറഹ് എഴുതി അധിക പേരും അങ്ങനെയുള്ളവരാണ്. വലിയ വലിയ അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണ്. 56-ാമത്തെ ഷറഹ് ഷറഹുൽ ഇമാം ഫഖ്റുൽ ഇസ്ലാം അലി ബിൻ മുഹമ്മദ് അൽ ബസ്വദി. ബസ്വദി വലിയ കാര്യമായ അനഫി പണ്ഡിതനാണ്. ധാരാളം കിതാബുകളുണ്ട്. ഓരോരോ കിതാബും മുജല്ലദാത്തുകളാണ്. 854 വഫാത്തായവരാണ്. 57 ഷറഹുൽ ഇമാം സൈനുദ്ദീൻ അബി മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ ഐനി അൽ അനഫി. 893 വഫാത്തായ അബു മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ ഐനി എന്നിവർക്കുള്ള ഷറഹ്. 58 ഷറഹു അബീദർ അഹ്മദ് ബിൻ ഇബ്രാഹിം ബിൻ സിബ്തിൽ ഹലബി. 884 വഫാത്തായ സിബ്തുൽ ഇബ്നു സിബ്ത് എന്ന് പറയുന്ന അഹ്മദ് ബിൻ ഇബ്രാഹിം എന്നിവർക്കുള്ള ഷറഹ്. ഇബ്നു സിബ്ത് എന്ന പേരിൽ നക്കലയിലുണ്ട്. കാൽ അബൂദർ എന്ന് പറഞ്ഞിട്ട് നക്കലയിലുണ്ട് അവരെ വക്കൽ നിന്ന്. 59 ഷറഹുൽ ഇമാം അൻ നജ്മുദ്ദീൻ അബി ഹഫ്സ് ഉമർ ബിൻ മുഹമ്മദ് നസഫി അൽ ഹനഫി. നമ്മളെ മഷൂറായ നസഫി എന്ന തഫ്സീറിൻ്റെ മുസന്നിഫ് കാര്യമായ പണ്ഡിതനാണ്, ഹനഫി പണ്ഡിതനാണ്. അവർക്ക് ഷറഹ് ഉണ്ട്. 537 അവരുടെ വഫാത്ത്. അവർ നസഫി വലിയ എല്ലാ വിഷയത്തിലുള്ള പണ്ഡിതനാണ്. അവർ സമഖ്ശരി ഇമാമിൻ്റെ കാലക്കാരനാണ്. ഒരു ദിവസം സമഖ്ശരി ഇമാം മക്കയിലുണ്ടാകുമ്പോൾ മക്കത്ത് പോയി, രസമുള്ള ചരിത്രമുണ്ട്. മക്കത്ത് പോയി സമഖ്ശരി ഇമാമിൻ്റെ വാദക്കലെത്തി. വാദക്കൽ നിന്ന് മുട്ടി. അപ്പോൾ ജാറുല്ലാഹി സമഖ്ശരി ചോദിച്ചു, മന്ദാ, ആരാവനെ? അത് പറഞ്ഞു ഉമർ എന്ന് പറഞ്ഞു. ഉമറാണ്. ആ ജാറുല്ലാഹി സമഖ്ശരി പറഞ്ഞു ഇൻസരിഫ്, എന്നാൽ ഉദ്ദേശിച്ചാർത്ഥം പൊയ്ക്കോതാ. ഉമർ എന്ന് പറഞ്ഞപ്പോൾ ഇൻസരിഫ് എന്ന് പറഞ്ഞു, പോന്ന് പറഞ്ഞു. അപ്പോൾ ഉമറുൻ നസഫി പറഞ്ഞു ഉമർ ലാ യൻസരിഫ്, ഉമർ വൈറു മുൻസരിഫാണ്. മുൻസരിഫും വൈറു മുൻസരിഫും എന്നാണ് രണ്ടായിട്ടുണ്ടല്ലോ, വൈറു മുൻസരിഫും മുൻസരിഫും. അപ്പോൾ ഉമർ വൈറു മുൻസരിഫാണ്, അതുകൊണ്ട് മുൻസരിഫ് ആവൂല എന്ന് പറഞ്ഞു. അപ്പോൾ ജാറുല്ലാഹി സമഖ്ശരി പറഞ്ഞു ഇതാ നുക്കിറ യൻസരിഫ്, ഉമറിനാണ് നെക്കിറാക്കി നോക്കുക, അപ്പോൾ അത് മുൻസരിഫ് ആവുന്നതാണ്. അങ്ങനെ തമാശകൾ നടന്നിട്ടുണ്ട്. നല്ല കാര്യമായ പണ്ഡിതന്മാരാണ് രണ്ടാളും. 60-ാമത്തെ ഷറഹ് ഷറഹു ശൈഖ് ജമാലുദ്ദീൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി ബിൻ മാലിക് നഹ്വി അശ്ശാഫിഈ. നമ്മുടെ അൽഫിയ കാല മുഹമ്മദുൻ ഹുവ ബിനു മാലിക് പറഞ്ഞ അൽഫിയ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ വഫാത്ത് 673 ചരിത്രം എല്ലാവർക്കും അറിയാലോ. 672 അഭിപ്രായമുണ്ട്. അവർക്കൊരു ഷറഹുണ്ട് ബുഖാരിക്ക്. അൽഫിയ ഉണ്ടാക്കിയ മുസന്നിഫിനിക്ക് ഷറഹ് ബുഖാരിക്ക് വലിയൊരു ഷറഹുണ്ട്. അതുപോലെ 61-ാമത്തെ ഷറഹ് ഷറഹുൽ ഖാദി ഖാദി അൽ മജിദുദ്ദീൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ബൽബലീസി. 810 വഫാത്തായ ഖാദി മജിദുദ്ദീൻ എന്നവർക്ക് ഒരു ഷറഹുണ്ട്. 62 ഷർഹുൽ ഖാദി സൈനുദ്ദീൻ അബ്ദുറഹീം ബിൻ റുക്ൻ റഹിമഹുല്ലാഹ്. 864 വഫാത്തായ ഖാദി സൈനുദ്ദീൻ അബ്ദുറഹീം എന്നവർക്ക് ഷറഹ്. അടുത്തൊരു ഷറഹ് ഷറഹ് ഗരീബിഹി ലി അബിൽ ഹസൻ മുഹമ്മദ് ബിൻ അഹ്മദുൽ ജയ്യാനി. 540 വഫാത്തായ അബുൽ ഹസൻ മുഹമ്മദ് ബിൻ അഹ്മദുൽ ജയ്യാനി എന്നവർക്ക് ബുഖാരിൻ്റെ ഗരീബുകളെ ഷറഹ് ചെയ്യുന്ന കിതാബുണ്ട്. അടുത്തത് ഷറഹുൽ ഖാദി അബി ബക്കർ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി ബിൻ അൽ അറബിൽ മാലിക്കി. ഹനഫി പണ്ഡിതനായ കാര്യമായ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി ബിൻ അൽ അറബി എന്നവർക്ക് 543 വഫാത്തായവരാണ്. അവർക്ക് ഈ വിഷയത്തിൽ അവർക്ക് തഫ്സീറിൽ 80 ജുസുള്ള ഒരു വലിയ ഷറഹുണ്ട്, തഫ്സീറുണ്ട്.
പിന്നെ തുർമുദിൻ്റെ ഷറഹ് ആരിളത്തുൽ അഹ്വദി, അതും അവർ തന്നെയാണ്. അങ്ങനെ ധാരാളം കിതാബുകളുടെ മഹാനാണ് ഖാദി അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അറബി എന്നിവർ. പിന്നെ അഹ്മദ് ബിൻ റിസ്ലാൻ അൽ മുഖദ്ദസി അർ റംലി ഷാഫിഈ 844 വഫാത്തായ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ റിസ്ലാൻ എന്നവർക്ക് ഷറഹുണ്ട് ബുഖാരിക്ക്. അടുത്തത് ഇമാം അബ്ദുറഹ്മാൻ അൽ അബ്ദലിൽ യമനി മിസ്ബാഹുൽ കാരീന ഷറഹിൻ്റെ പേര്. അബ്ദുറഹ്മാൻ അൽ അബ്ദുൽ യമനിൻ്റെ ഷറഹിൻ്റെ പേര് മിസ്ബാഹുൽ കാരി. അടുത്തൊരു ഷറഹുൽ ഇമാമി ഖിവാമിദ്ദീൻ അബുൽ ഖാസിം ഇസ്മായിൽ ബിൻ മുഹമ്മദ് ഇസ്ബഹാൻ അൽ ഹാഫിദ് അബുൽ ഖാസിം ഇസ്മായിൽ ബിൻ മുഹമ്മദ് എന്നവർക്ക് ഷറഹുണ്ട്. അവർ 535 വഫാത്ത്. മറ്റൊന്ന് അൽ മൗല ലത്ഫുല്ലാഹി ഇബ്നുൽ ഹസൻ അത്തൗഖാനി 900 വഫാത്തായ അവർക്ക് ബുഖാരിക്ക് ഒരു തഅലീഖ് ഉണ്ട്. അവർക്ക് വലിയ ശത്രുക്കളുണ്ടായിരുന്ന ആളാണ് മൗല ലത്ഫുല്ല. അങ്ങനെ അവർ രാജാവിൻ്റെ അടുത്ത് പോയി വലിയ ശത്രുക്കൾ പലതും പറഞ്ഞ് അങ്ങനെ രാജാവ് കൊല്ലുകയാണ് ചെയ്തത്. അടുത്തത് തഅലീഖത്തുൽ അല്ലാമ ശംസുദ്ദീൻ അഹ്മദ് ബിൻ സുലൈമാൻ ബിൻ കമാൽ പാഷ 940 വഫാത്തായ ശംസുദ്ദീൻ അഹ്മദ് ബിൻ സുലൈമാൻ ബിൻ കമാൽ പാഷ എന്നവർക്ക് ഒരു കാര്യമായ ഷറഹ് ബുഖാരിക്കുണ്ട്. അതുപോലെ തഅലീഖത്തുൽ മൗല ഫദ്ൽ ബിൻ അലിയിൽ ജമാൽ എന്നവർക്കുള്ള തഅലീഖ് 999 വഫാത്തായവരാണ്. അതുപോലെ മുസ്ലിഹുദ്ദീൻ മുസ്തഫ ബിൻ ഷഅബാൻ സറൂരി 969 വഫാത്തായ മുസ്ലിഹുദ്ദീൻ മുസ്തഫ എന്നവർക്കൊരു തഅലീഖ്. മൗലാന ഹുസൈൻ അൽ കഫുവി 1012 വഫാത്തായ ഹുസൈൻ കഫുവി എന്നവർക്കൊരു തഅലീഖ്. ജമാലുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ ഉമർ അൽ അൻസാരി 656 വഫാത്തവർക്കൊരു മുഖ്തസറുണ്ട്. ഷറഹിൻ്റെ പേരാണ് മുഖ്തസർ ഷെയ്ഖുൽ ഇമാം സൈനുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് സുർജി അസ്സബീദി 893 വഫാത്തായ സുർജിക്കൊരു ഷറഹുണ്ട്. മുഖ്തസർ ഷെയ്ഖ് ബദ്രുദ്ദീൻ ഹസൻ ബിൻ ഉമർ ബിൻ ഹബീബുൽ ഹലബി 779 വഫാത്തായ മഹാനാണ്. അവർക്ക് ഷറഹുണ്ട് മുഖ്തസർ. അൽ ഇഫ്ഹാം ബിമാ വഖഅ ഫിൽ ബുഖാരി മിനൽ ഈഹാം ലിജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ഉമർ അൽ ബുൽഖൈനി 824 വഫാത്തായ അബ്ദുറഹ്മാൻ ബിൻ ഉമർ അൽ ബുൽഖൈനി എന്നവർക്ക് അൽ ഇഫ്ഹാം ബിമാ വഖഅ ഫിൽ ബുഖാരി മിനൽ ഈഹാം എന്ന് പറയുന്നൊരു ഷറഹുണ്ട് ബുൽഖൈനി ഇമാമിക്ക്. അസ്മാഉ റിജാൽ സഹീഹിൽ ബുഖാരി എന്ന് പറയുന്ന കിതാബ് ലിശൈഖിൽ ഇമാം അബി നസർ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹുസൈനിൽ കലാബാദി 398 വഫാത്തായവരാണ്. അടുത്തത് കിതാബു തഅദീൽ വത്തജ്രീഹ് ലിരിജാലിൽ ബുഖാരി ലിൽ ഖാദി അബുൽ വലീദ് സുലൈമാൻ ബിൻ ഖലഫ് അൽ ബാജി. ഖാലൽ ബാജി എന്ന് പറഞ്ഞിട്ട് ബാജിനെ തുടർന്ന് നക്കലായിട്ട് അനഫികളൊക്കെ നക്കൽ ചെയ്യുന്ന കിതാബാണത്. കിതാബു തഅദീൽ വത്തജ്രീഹ് എന്ന് പറയുന്നത് 474 വഫാത്തായവരാണ് ബാജി. അൽ മൻഹലുൽ ജാരി ബുഖാരി ഷറഹിന്റെ പേര് അൽ മൻഹലുൽ ജാരി ലിശൈഖ് ഖുത്ബുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദിനിൽ അൽ ഹൈലരി അദ്ദിമിസ്കി അശ്ശാഫിഈ 894 വഫാത്തായ ഖുത്ബുദ്ദീൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് ദിമിസ്കി അവർക്ക് അൽ മൻഹലുൽ ജാരി എന്ന ഷറഹ്. അതിൽ ഫത്തുൽ ബാരി എന്നുള്ള കുറേ ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും അങ്ങനെയുള്ള കുറേ ഫത്തുൽ ബാരിക്കുള്ള വിശദീകരണം പോലെയാണ് മൻഹലുൽ ജാരി എഴുതിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഷറഹാണ് ഹാഫിദ് ബിൻ ഹജർ എന്നുള്ളവർക്ക് ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ അവർക്ക് ബുഖാരിയിലുള്ള തഫ്സീർ കിതാബ് തഫ്സീറുണ്ട്. ആ കിതാബ് തഫ്സീർ ബുഖാരിയുടെ തഫ്സീറുള്ള ഭാഗം
കിതാബ് തഫ്സീർ. അതിലുള്ള ആയത്തുകൾ ഖുർആനിൻ്റെ തർത്തീബ് അനുസരിച്ച് വിശദീകരിച്ചും കൊണ്ട് അതിനൊരു ഷറഹുണ്ട്. ബുഖാരിയുടെ കിതാബ് തഫ്സീറിനിക്ക് ഇബ്നു ഹജർ അസ്കലാനിക്ക് സ്വന്തമായിട്ട് കിതാബുണ്ട്. അത്തസ്വീഖു ഇലാ വസ്ലി തഅലീഖ്, അത് ഇബ്നു ഹജർ അസ്കലാനിൻ്റെ മറ്റൊരു കിതാബാണ്. സക്കരിയ അൽ അൻസാരി, നമ്മൾ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ എല്ലാം ഉസ്താദായ സക്കരിയ അൽ അൻസാരി, അവർക്കൊരു ഷറഹുണ്ട്. അത്തഅലീഖാത്തുൽ മഅറൂഫ ഫി ദിയാരിനാ ബിതഅലീഖത്തിൽ അല്ലാമ അസ്സിന്ദി. നമ്മളോടൊക്കെ ബുഖാരി വാങ്ങുമ്പം ആ ബുഖാരിൻ്റെ ബക്കിലുണ്ടാവും സിന്ധിൻ്റെ ഷറഹ് തഅലീഖാത്ത്. നമ്മൾ ചില ഉസ്താദൊക്കെ ബുഖാരി ചോദിച്ചു സിന്ധി എന്താ എഴുതി നോക്കിയാന്ന് വായിച്ചാന്ന് പറയും. അങ്ങനെ സിന്ധിക്കൊരു ഷറഹ് തഅലീഖുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോഴാണ് തഅലീഖ് എന്നറിയാം. വേറൊന്ന് നമ്മളെ മുല്ല ഹസൻ, മന്ദിക്കിലെ മുല്ല ഹസൻ എഴുതിയ മുല്ല ഹസൻ, അവർക്ക് ഒരു ബുഖാരിക്കൊരു ഷറഹുണ്ട്. കാര്യമായ ഷറഹാണ്. മുല്ല ഹസൻ മന്ദിക്കിലും ഇക്മത്തിനും വളരെ അറിയപ്പെട്ട ആളാണ്. അവർക്കൊരു ഷറഹുണ്ട്. മിനഹുൽ ബാരി എന്നതിൻ്റെ പേര്, മിനഹുൽ ബാരി. ഫാരിസി ഭാഷയാണ്, അറബിയല്ല. മിനഹുൽ ബാരി. പിന്നെ ലൗഉദ് ദറാരി ലിൽ അല്ലാമ സയ്യിദ് ഹസ്സാൻ അൽ ഹിന്ദ് മൗലാന ഗുലാം അലി ബിൻ സയ്യിദ് നൂഹ് അൽ ഹുസൈനി അൽ അനഫി. 1200 വഫാത്തായ സയ്യിദ് നൂഹ് അൽ ഹുസൈൻ എന്നവർക്ക് ഒരു ലൗഉദ് ദറാരി എന്നുണ്ട് തഫ്സീർ, ഒരു ഷറഹ് ബുഖാരിക്ക്. മറ്റൊരു ഷറഹാണ് തൈസീറുൽ ഖാരി, അല്ലാമ നൂറുൽ ഹഖ് ബിൻ മുഹദ്ദിസ് അശ്ശഹീർ അശ്ശൈഖ് അബ്ദുൽ ഹഖ് ബിൻ സൈഫുദ്ദീൻ തുർക്കി അദ്ദഹ്ലവി. അല്ലാമ നൂറുൽ ഹഖ് എന്നവർക്കുള്ള തൈസീറുൽ ഖാരി എന്നൊരു ഷറഹ്, അത് ഫാരിസി ഭാഷയിലാണുള്ളത്. ലിയാഉസ്സാരി അബ്ദുല്ലാഹി ഇബ്നു സാലിമുൽ ബസരി എന്നവർക്കുള്ള മക്കി 1734 വഫാത്തവരാണ് ലിയാഉസ്സാരി. സുല്ലമുൽ ഖാരി മൗലാന സയ്യിദ് മുഹമ്മദ് അഹ്മദുൽ യമനി 1250 വഫാത്തായ മൗലാന സയ്യിദ് മുഹമ്മദ് ബിൻ അഹ്മദുൽ യമനി എന്നവർക്ക് സുല്ലമുൽ ഖാരി എന്നാണ് ഷറഹ്. ഫൈലുൽ ബാരി ഷറഹ് സഹീഹ് ബുഖാരി സയ്യിദ് അബ്ദുൽ അവ്വൽ ഇബ്നു അൽ അലാ അൽ ഹുസൈനി അവൽ ജവൻപൂരി. ജവൻപൂർക്കാരനായ ഇന്ത്യക്കാരനാണ്. അവർക്കുള്ള ഒരു സയ്യിദ് അബ്ദുൽ അവ്വൽ എന്നവർക്കുള്ള ഫൈലുൽ ബാരി എന്നാണ് ഷറഹ്. 968 വഫാത്തായവരാണ്. ഫൈലുൽ ബാരി എന്നിട്ട് വേറെയും കുറേ ഷറഹുകൾ ബുഖാരിക്കുണ്ട്. നൂറുൽ ഖാദിരി ഷെയ്ഖ് നൂറുദ്ദീൻ, ഷെയ്ഖ് നൂറുദ്ദീൻ 1063 അവർക്കുള്ള 1150 കൂടുതൽ വലിയ വലിയ കിതാബ് എഴുതിയ ആളാണ് ഷെയ്ഖ് നൂറുദ്ദീൻ. അവർക്ക് നൂറുൽ ഖാരി എന്ന് പറഞ്ഞിട്ട് ബുഖാരിക്ക് ഷറഹുണ്ട്. ഷറഹു ഷെയ്ഖ് അലിയിൻ ഷാമി അൽ ഹദീരി, അവർക്ക് ഒരു ഷറഹുണ്ട്. അത് ബുഖാരി ഖുർആനിനെ 30 ജുസു ആക്കിയ മാതിരി ബുഖാരിനെ 30 ജുസു ആയി ചില ഏടുകളിൽ ചില അച്ചടികളിലെല്ലാം കാണാം. പ്രത്യേകിച്ചും ദൈവബന്ധം എന്നെല്ലാം അടിച്ചിരുന്ന ബുഖാരിനെ 30 ജുസു ആക്കിയാണ് അടിക്കൽ. അൽ ജുസുൽ അവ്വലു നാട്ടിൽ കുറേ ജുസു സാനിന്ന് കാണും. ആ 30 ജുസ് ബുഖാരി ആക്കുമ്പോൾ അതിൽ നിന്നുള്ള 1-ാം ജുസിനിക്കാണ് ബഹുമാനപ്പെട്ട അലീൻ ഷാമിൽ ഹദീദ് എഴുതിയിട്ടുള്ളത്. അല്ലാമ അൽ മുഹദ്ദിസുൽ കബീർ മൗലാന അല്ലാജ് അഹ്മദ് അലി അൽ മുഹദ്ദിസ് അസ്സഹാറൻപൂരി, വളരെ ശ്രദ്ധിക്കേണ്ട ഷറഹാണ്. മുഹദ്ദിസ് സഹാറൻപൂരി, മലാഹിറുൽ ഉലൂം സഹാറൻപൂരിലെ മലാഹിറുൽ ഉലൂം എന്നറിയപ്പെട്ട കോളേജ്, ആ കോളേജിൻ്റെ മുഅസ്സിസ് സ്ഥാപകനായ സഹാറൻപൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ, അവർക്കൊരു തഅലീഖുണ്ട്. അത് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ദയൂബന്ദിൽ നിന്ന് എന്നെല്ലാം അടിച്ചു വരുന്ന ബുഖാരി ആ വലിയ പേപ്പറിൽ, ചെറിയ അല്ല വലിയ പേപ്പർ 2 ദിവസമായിട്ട് അടിച്ചിറങ്ങുന്ന ആ വലിയ വീതിയും കട്ടിയും കൂടുതലുള്ള ആ ബുഖാരിയുടെ സൈഡിൽ ആ തഅലീഖാത്ത് എഴുതിയത് ഈ മഹാനാണ്. മവാഹിറുൽ ഉലൂമിൻ്റെ സ്ഥാപകനായ മൗലാന അൽഹാജ് അഹ്മദ് എന്നവർ ഒരു ബുഖാരി ഓതുന്ന ഒരാൾക്ക്
പ്രത്യേകിച്ച് മുബ്തദീങ്ങൾക്ക് ഹാഷ്യകളൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ ആ താരീഖുള്ള ബുഖാരി കൊണ്ട് വാങ്ങി അതിൻ്റെ വക്കിൽ നമ്പർ ഇട്ടിട്ട് ബുഖാരിയുമായ വിശദീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ താരീഖാത്ത് നമ്മൾ ഉസ്താദന്മാരൊക്കെ അത് അവലംബിക്കുന്നതാണത്. അത് അവർ 1297 വഫാത്തായതാണ്. അധികം കിതാബുകളിലും അവരുടെ താരീഖാത്തുണ്ട്. അങ്ങനെ ദൈവബന്ധിലെ പണ്ഡിതന്മാർ പലരും തുർമുദിക്ക്, ഇബ്നു മാജക്ക്, അതുപോലെ നസായി, തുർമുദി, മുസ്ലിം, ഇതെല്ലാ കിതാബുകൾക്കും മുഅത്തക്ക് എല്ലാം താരീഖ് എഴുതിയിട്ടുണ്ട് കിതാബിൻ്റെ ബക്കിൽ. നമ്മൾ തഫ്സീർ ജലാലിനിക്കുമുണ്ട്. ഒക്കെ അവർ ദൈവബന്ധി പണ്ഡിതന്മാരെ പണിയാണത്. വളരെ ഉപകാരപ്രദമാണ്. വായത്തു തൗലീഹ് എന്ന് പറയുന്നൊരു ശറഹുണ്ട്. അത് ഷെയ്ഖ് യാക്കൂബിനുൽ ഹസൻ സർഫി അൽ കശ്മീരി, കാശ്മീർക്കാരനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് യാക്കൂബിന് ഹസൻ സർഫി എന്നവർക്ക് ഹനഫിയാണ്. 1003 വഫാത്തായി. അവർക്കൊരു ശറഹുണ്ട് വായത്തു തൗലീഹ് എന്ന് പറയുന്ന ശറഹ്. ഈ കശ്മീരി യാക്കൂബ് ബിനുൽ ഹസൻ കശ്മീരി എന്നവർ മക്കത്ത് പോയി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനി അല്ലെ ഇബ്നു ഹജർ അൽ ഹൈത്തമി അവിടെ വക്കൽ നിന്നാണ് ഹദീസ് പഠിച്ചിട്ടുള്ളത്. ഷറഫ് ഷെയ്ഖ് ഉസ്മാൻ ബിൻ ഈസ ബിൻ ഇബ്രാഹിം അസ്സിന്ദി അൽ ബുർഹാൻപൂർക്കാരനായ മുഹദ്ദിസായ അഷെയ്ഖ് ഉസ്മാൻ ബിൻ ഈസ അവർക്കൊരു ശറഹുണ്ട് ബുഖാരിക്ക്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹലാലായത് മാത്രം ഭക്ഷിക്കണം എന്നുള്ളൊരു പിടിവാശിയുള്ളവരായതുകൊണ്ട് തന്നെ നബി ഇമാമിൻ്റെ മാതിരി പിടിവാശി ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ട്. ഹലാല് മാത്രമേ ഭക്ഷിക്കുള്ളൂ. നബി ഇമാമൊന്നും കൈറോല ജീവിക്കുന്ന കാലത്ത് കൈറോല ഭക്ഷണം കഴിക്കലില്ല. എന്തോ അവിടെ സുബഹത്തുണ്ട്, രാജഭരണത്തിൻ്റെ ഭരണകർത്താക്കളെ വക്കൽ നിന്ന് ചുങ്കം വാങ്ങലോ എന്തോ ഉണ്ട് എന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ചർച്ച ഉണ്ടത്. നബി ഇമാമ് കൈറോല ഒരു സാധനം ഭക്ഷിക്കലില്ല. നബിമാമദാത്ത് നബിയിലുള്ളതാണ്, ഡമസ്കസിലുള്ളതാണ്. അവിടെ സ്വന്തം പാടത്ത് കൃഷി ചെയ്ത കൃഷിയിൽ നിന്ന് പിതാവ് കൊടുത്തയക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമാണല്ലോ നബിമാം കഴിച്ചിരുന്നത്. എന്ന മാതിരി നമ്മുടെ ഈ ഷെയ്ഖ് ഉസ്മാൻ എന്നവർ 40 കൊല്ലം അവർ ഒരാളെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവരുടെ സ്വന്തം കൃഷിയിൽ നിന്ന് സ്വന്തം അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്നതല്ലാതെ ഒരാൾ വിളിച്ചാലും ഒരു പരിപാടിക്കും 40 കൊല്ലം പോയിട്ടില്ല. കാരണം സുബഹത്തിന് പറയുന്നതിൻ്റെ പേരിൽ അവരെയും അവർ കുടുംബത്തിൽപ്പെട്ട 17 പേരെയും ഒരു ദിവസം കള്ളന്മാർ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അടുത്തത് ഷെയ്ഖ് താഹിർ ഇബ്നു യൂസുഫ് സിന്ദിൽ ബുർഹാൻപൂരി അവർക്ക് ഷറഹുണ്ട്. 1004 വഫാത്തായ ഷെയ്ഖ് യാക്കൂബ് അബി യൂസുഫ് അൽ ബയാനി അൽ ലാഹോരി അൽ മുസമ്മ ബി ഖൈറുൽ ജാരി എന്ന് പറയുന്ന കിതാബ്. അത് ലാഹോറുകാരനായ ഷെയ്ഖ് യാക്കൂബ് അബി യൂസുഫ് അൽ ബയാനി എന്നിവരുണ്ടാക്കിയതാണ്. ഡൽഹിയിലാണ് ഖബറുള്ളത്. ആ ഖബർ മഷൂറാണ്, സിയാറത്ത് ചെയ്യപ്പെടുന്നതാണ്, ബർക്കത്തിൽപ്പെടുന്ന പേരാണ്. ഡൽഹിയിലുള്ള ഖബറാണ് അഷെയ്ഖ് യാക്കൂബ് അബി യൂസുഫ് അൽ ബയാനി എന്നവരുടേത്. ഡൽഹിയിലാണ് ഖബർ, സിയാറത്ത് ചെയ്യപ്പെടുന്ന ഖബറാണ്. ഫൈലുൽ ബാരി ലിഷെയ്ഖ് മുഹമ്മദ് അഅ്ല ബിൻ സൈഫുദ്ദീൻ ബിൻ മുഹമ്മദ് മഅസൂമൻ അൽ അനഫി അൽ സർഹന്ദി അവർക്കൊരു ഫൈലുൽ ബാരി ആയിട്ട് വേറെ ഷറഹുണ്ട്. 1114 വഫാത്തായവർ. ഈ ഡേറ്റ് മുഴുവനും പറയുന്നത് ഹിജറ ഡേറ്റാണ്. മുഹിബുല്ലാഹിൽ ബിഹാരി ദഹ്ലവി അവർക്ക് 6 മുജിൽദുള്ള ഒരു കിതാബുണ്ട്. മുഹിബുല്ലാഹിൽ ബിഹാരി എന്നവർക്ക് ഔനുൽ ബാരി ഫി ഹല്ലി അദില്ലത്തിൽ ബുഖാരി 4 ജിൽദുള്ള ഔനുൽ ബാരി എന്നൊരു ഷറഹ് ബഹുമാനപ്പെട്ട ബുഖാരിക്ക് ഷറഹായിട്ടുണ്ട്. സയ്യിദ് സിദ്ദീഖ് ഹസൻ അൽ ഹുസൈനി എന്നിവർക്കുള്ള 1307 അവരുടെ വഫാത്ത്. ഹാസിയത്തു സയ്യിദ് സറൂഖ് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് ഈസൽ ബുർനുസിൽ ഫാരിസി അൽ മഅറൂഫ് ബി സറൂഖ്. സൂഫിയാക്കളെ ഭാഷയ്ക്ക് കിതാബുകളെല്ലാം പ്രത്യേകിച്ചും ഹിക്കമിനെല്ലാം 20ഓളം ഷറഹെഴുതിയതായ ഒരു കിതാബാണല്ലോ ഒരാളാണ് ഷെയ്ഖ് സറൂഖ്. ഹിക്കമിനിക്ക് അവരുടെ
24 ഷെറുണ്ട് ഷെയ്ഖ് സറൂഖിനക്ക്. അതിൽ 1-2 നമ്മളെ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള മറ്റേ ഈ ഇഹ്കമിൻ്റെ ഷെറെല്ലാം സാരിയങ്ങളെല്ലാം ഉദ്ധരിക്കലുണ്ട് ഷെയ്ഖ് സറൂഖിനെ തൊട്ട്. അവർക്ക് ബുഖാരിക്കൊരു ബൃഹത്തായ മഹത്തായ ഒരു ഷെറുണ്ട്. ധാരാളം കിതാബ് എഴുതിയ മഹാനാണ്. അൽ ഫൈളു ത്വാരി ഷെറ് സ്വഹീഹിൽ ബുഖാരി. ഗുജറാത്തുകാരനായ അഷേഖ് ജാഫർ ബിൻ മുഹമ്മദ് അൽ ഹുസൈനി 1023 ജനിച്ചു. 1055 വഫാത്തായ ഷെയ്ഖ് ജാഫർ മുഹമ്മദ് അൽ ഗുജറാത്തി. അവർക്കൊരു ഷറഹുണ്ട് ബുഖാരിക്ക്. അൽ ഫൈളു ത്വാരി എന്നതിൻ്റെ പേര്. ഇആനത്തുൽ ഖാരി മറ്റൊരു ഷറാണ്. ഇആനത്തുൽ ഖാരി ബുഖാരി ഇമാമിൻ്റെ സുലാസിയാത്തിലേക്കുള്ള ഷറഹാണ്. ഷെയ്ഖ് യഹ്യ ബിൻ അമീൻ അൽ അബ്ബാസി അൽ ഇലാഹാബാദി, ഇന്ത്യക്കാരനാണ്. നദുമുൽ ആലി എന്ന് പറയുന്നൊരു ഷറഹുണ്ട് ബുഖാരി ഇമാമിൻ്റെ സുലാസിയായ ഹദീസുകൾക്കുള്ള ഷറഹാണ് നദുമുൽ ആലി എന്നുള്ളത്. ഫാരിസി ഭാഷയിലാണ്. അഷേഖ് അബ്ദുൽ ബാസിത്ത് ബിൻ റുസ്തും അലി സിദ്ദീഖി. ബുഖാരി ഇമാമിൻ്റെ സുലാസിയാത്തിൽ എന്ന ഷറഹുണ്ട് മുഹമ്മദ് സാഹിബ് ബിൻ അൽ ഹാജ് ഹസൻ എന്നവർക്ക് 939 വഫാത്തായവർ. ബുഖാരി ഇമാമിൻ്റെ സുലാസിയാത്തിന് തന്നെ ഒരു ഷറഹുണ്ട് മുല്ല അലിയിൽ കാരി അൽ ഹർവി. മുല്ല അലി അൽ കാരി നമ്മളെ മിസ്കാത്തിനൊക്കെ കാര്യമായ ഷറഹ് മുല്ല അലി അൽ കാരി. അവർക്കൊരു ഷറഹുണ്ട്. അൽ ഖൗലുൽ ഫസീഹ് ഫീമാ യതഅല്ലഖു ബിനൽദി അബ്വാബി സ്വഹീഹ് എന്ന് പറയുന്നൊരു ഷറഹ് ബുഖാരിക്ക്. ജാമിയത്തുൽ കാസിമിയ മുറാദാബാദിലുള്ള ജാമിയത്തുൽ കാസിമിയൻ്റെ ഷെയ്ഖുൽ ഹദീസാണ്. ഷെയ്ഖുൽ ഹദീസായ മഹാനിക്കുള്ള കിതാബാണ് അൽ ഖൗലുൽ ഫസീഹ് എന്ന് പറയുന്നത്. 107ാമത്തെ കിതാബ് ഷറഹ് തസ്കീൽ അസാനീദിൽ ബുഖാരി. ജാമിയത്തുൽ അബ്ബാസിയ പാകിസ്ഥാനിലെ ജാമിയത്തുൽ അബ്ബാസിയയിലെ ഷെയ്ഖുൽ ഹദീസായ മൗലാന അൽ ഹാജ് ഫാറൂഖ് അഹമ്മദുൽ അനഫി എന്നൊരു ഷറഹ്. നിബ്രാസുസാരി ഫി അത്റാഫിൽ ബുഖാരി എന്ന് പറയുന്നൊരു ഷറഹ് അബൂ സഈദ് മുഹമ്മദ് അബ്ദുൽ അസീസ് അൽ അനഫി എന്നിവർക്ക് 1359 വഫാത്തായവർ. ഷെയ്ഖുൽ മുഹദ്ദിസുൽ കബീർ അഷ്ഷഹീർ മൗലാന അസ്സയ്യിദ് മുഹമ്മദ് അൻവർ ഷാ അൽ കശ്മീരി റഈസുൽ മുഹദ്ദിസീന ബിദാരിൽ ഉലൂം ദയൂബന്ദി അവലൻ ബിജാമി ദബഹീൽ അസ്സൂറത്ത് ആഖിറ. സൂറത്തിലെ യൂണിവേഴ്സിറ്റിയിൽ അവസാന കാലത്തും ആദ്യകാലം ദാറുൽ ഉലൂം ദയൂബന്ദിലെയും ഷെയ്ഖ് റഈസുൽ മുഹദ്ദിസീനായിരുന്ന അൻവർ ഷാ കാശ്മീരി അറിയപ്പെട്ട ആളാണ്. നമ്മൾ ചില ഉസ്താദെല്ലാം ബുഖാരി ഓതി തരുമ്പോൾ കശ്മീർ അൻവർ ഷാ കാശ്മീരിൻ്റെ ഷറഹിൻ്റെ പേരും ഫൈദുൽ ബാരി തന്നെ വാങ്ങാൻ കിട്ടുന്ന കിതാബാണ്. അൻവർ ഷാ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കലുണ്ട്. അൻവർ ഷാ എന്താ പറഞ്ഞത് നോക്കിയാണ് വായിപ്പിക്കലുണ്ട്. അങ്ങനെ അറിയപ്പെട്ട ഒരു കാര്യമായ ഒരു മുഹക്കിക്കാണ് അൻവർ ഷാ കാശ്മീരി. അവർക്കൊരു തക്രീറുണ്ട്. ഹുസൈൻ അഹ്മദ് അൽ മദനി 1377 വഫാത്തായ നമ്മുടെ സനദിൽ വരുന്നവരാണ് ഹുസൈൻ അഹ്മദ് അൽ മദനി. നമ്മൾ ചില ഉസ്താദിനെല്ലാം നേരിട്ടുള്ള ഉസ്താദാണ് ഹുസൈൻ അഹ്മദ് അൽ മദനി. ദാറുൽ ഉലൂമിലെ ദൈവബന്ധിലെ ദാറുൽ ഉലൂമിലെ മുദരിസീങ്ങളെ നേതാവ് റഈസാണ്. അവർക്കൊരു തഅലീഖാത്തുണ്ട്. അതുപോലെ അബൂദാവൂദിന് ഷറഹ് ബദുൽ മജ്ഹൂലിന് ഷറഹ് ഷാരി മഹാനിക്ക് തക്കാരീറുണ്ട് ബുഖാരിക്ക്. അതും അടിച്ചിറങ്ങുന്നത് തന്നെയാണ്. പിന്നെ ലാമിഉദ്ദറാരി അലാ ജാമിഉൽ ബുഖാരി എന്ന് പറയുന്ന ഒരു ഷറഹ് പറയുമുണ്ട്. ഇങ്ങനെ നമുക്ക് അറിയപ്പെട്ട ഇന്ന് ലോകത്തിൽ ലഭ്യമായ ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ലഭ്യമായ ഷറഹുകളാണ് ഈ പറഞ്ഞതെല്ലാം. ഇതല്ലാത്ത ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ഷറഹുകൾ, തഅലീഖാത്തുകൾ, ഫായിദാത്തുകൾ, തഹ്കീഖാത്തുകൾ അങ്ങനെ പലതായി പല രൂപത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ബുഖാരിക്കൊരു വിശദമായി അതിൻ്റെ ഫായിദകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷറഹ് എഴുതണം എന്ന് പറഞ്ഞിരുന്നു. തുടങ്ങി എന്നും കേട്ടിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു അത് എഴുതണം. ഞാൻ എപ്പോഴും പറയും അത് എഴുതണം ശൈഖുന, നമ്മളെന്താ വേണ്ടത് ചെയ്യാതൊക്കെ പറയും. ആയിക്കോട്ടെ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞ് എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എഴുതിയിട്ടില്ല. പിന്നീട് അവർക്ക് എന്നോട് പറഞ്ഞു ഇപ്പം പുതിയത് എഴുതേണ്ട കാലമല്ല, പഴയത് തന്നെ മുത്താല ചെയ്യേണ്ട കാലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശൈഖുനാൻ്റെ തഖീറാത്തുകൾ
പലപ്പോഴും ബുഖാരിയിൽ ക്ലാസ് എടുത്ത് തരുമ്പോൾ ചില ഹദീസുകൾക്ക് വിശദീകരണം നൽകുമ്പം ചില ബാബും ഹദീസുമായി ഒപ്പിക്കുമ്പം എഴുതി വെച്ചോ എന്ന് പറഞ്ഞ് എഴുതിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറേയെല്ലാം നമ്മളെടുത്ത് എഴുതി വെച്ചതുണ്ട്, കുറേയെല്ലാം നമുക്ക് ഓർമ്മ ഉള്ളതുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണം വരുമ്പോൾ അത് വരുന്നതാണ്. അള്ളാഹു നമുക്ക് ഖൈറുകൾ നൽകട്ടെ. ഈ പറഞ്ഞ എല്ലാ മഹാന്മാരുടെയും പൊരുത്തം അള്ളാഹു അവരുടെ കുരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.